ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഫിദൂസ് ഇൻ വണ്ടർലാൻഡ്. ഇന്ന് നമ്മൾ മലയാളത്തിൽ ചെയ്ത ആൽവിൻ ആൻഡ് ദ ചിക്മൻസിന്റെ സെക്കൻഡ് പാർട്ടാണ് വോയിസ് ഓവർ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മുടെ ചാനൽ തന്നെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. സംസാരിക്കാനും പാട്ടുപാടാനും കഴിയുന്ന നമ്മുടെ 3 ചിക്മൻസുകൾക്ക് അവരെ പോലെ തന്നെ സുന്ദരികളായ പാട്ടുപാടുന്ന 3 ചിക്മൻസുകളെ കിട്ടുന്നതാണ് ഈ മൂവിയിലെ കഥ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കായി ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. എന്നിട്ട് ഓൾ എന്ന ബട്ടണിൽ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ടൈറ്റിലെല്ലാം കാണിച്ച് തന്റെ ഫാൻസുകൾക്ക് വേണ്ടി വളരെയധികം എൻജോയ് ചെയ്ത് പാട്ടുപാടുന്ന നമ്മുടെ 3 ചിക്മൻസുകളെയാണ്. പാട്ടിൽ വളരെ എൻജോയ് ചെയ്ത് പാടുന്ന നമ്മുടെ ആൽവിൻ അവിടെയെല്ലാം ചില കുസൃതികളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ കുസൃതി കാരണം അവിടെ ഉണ്ടായിരുന്ന ഒരു പ്ലഗ് ഊരി അവന്റെ തന്നെ വലിയൊരു ഫ്ലക്സ് നമ്മുടെ ഡേവിഡിന്റെ മേത്തേക്ക് തട്ടി ഡേവിഡ് തെറിച്ചു വീഴുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ കിടക്കുന്ന ഡേവിഡിനെയാണ്. ഹോസ്പിറ്റലിൽ കുറച്ചു ദിവസത്തെ ചികിത്സ ഉള്ളത് കാരണം ഡേവിഡ് ചിക്മൻസുകളെ തന്റെ ആന്റിയുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ അതിൽ ആൽവിന് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം അവർ അവിടെ സാധാരണ കുട്ടികളെ പോലെയാണ് നിൽക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആന്റിയുടെ കൊച്ചുമോൻ പഠിക്കുന്ന സ്കൂളിൽ അവരെ ചേർക്കുകയും വേണം. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞാൽ നമ്മുടെ കുസൃതിക്കാരന് ആൽവിന് പോകാൻ താല്പര്യമുണ്ടാകുമോ? എന്നാലും എങ്ങനെയൊക്കെയോ അവർ ആന്റിയുടെ നാട്ടിലേക്ക് എത്തുന്നു. ആന്റിക്ക് അത്യാവശ്യം പ്രായം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ആന്റി വീൽ ചെയറിലാണ് ഇപ്പോൾ. ഫ്ലൈറ്റ് ഇറങ്ങി വന്ന ചിക്മൻസുകൾ ആന്റിയെ കണ്ട് ഓടിച്ചെന്നതും ആന്റിക്കും വളരെ സന്തോഷത്തിൽ അവരുമായി സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് ആന്റി തന്റെ ചെറുമകനായ ടോബിയെ പരിചയപ്പെടുത്തി കൊടുത്തു. ടോബി ആണെങ്കിൽ മറ്റൊരു കാര്യത്തിനും ഇമ്പോർട്ടൻറ്റ് കൊടുക്കാതെ ഫുൾ ടൈം ഫോണിൽ കളിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആന്റിയും അപ്പോൾ ഇവനെ നോക്കിയിട്ട് കാര്യമില്ല, ഇവൻ ഫുൾ ടൈമിൽ ഫോണിൽ പിശും എന്ന് കളിക്കുകയേ ഉള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ടോബിൻ ചിക്മൻസുകളുടെ ലഗേജ് എടുക്കാൻ മാറി നിന്നതും ആന്റിയുടെ വീൽചെയർ ദാ പോകുന്നു എസ്കലേറ്ററിലൂടെ. പിന്നീട് പറയേണ്ട ആവശ്യമുണ്ടോ? ദാ പോകുന്നു ആന്റി. ആന്റിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് കൊണ്ട് ഇനി ചിക്മൻസുകളെ നോക്കേണ്ടത് നമ്മുടെ ടോബിനാണ്. ടോബിനും അവരോട് ഞാൻ നിങ്ങളെ നന്നായി നോക്കും, എനിക്കൊരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു, ഞാൻ അവനെ നന്നായി നോക്കി, എന്നാ എന്തെന്നറിയില്ല അവൻ എൻ്റെ കയ്യിൽ നിന്ന് ഓടിപ്പോയി, നിങ്ങളെയും ഞാൻ നന്നായി നോക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ പൂച്ചക്കുട്ടി ഓടിപ്പോയതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വീട്ടിൽ ഫുൾ ഫ്രീഡം ആയിരിക്കും, അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊന്നും പറയാൻ ഞാൻ വരില്ല. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നു, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു, അപ്പോൾ ഓക്കെ നമുക്ക് വീട്ടിലേക്ക് പോകാം. അതും പറഞ്ഞ് ടോബിൻ വണ്ടി നേരെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിൽ ചിക്മൻസുകൾക്ക് ഫുൾ ഫ്രീഡം ആയിരുന്നു. ഡേവിഡിനെ പോലെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊന്നും പറയാൻ അവിടെ ആരുമില്ലല്ലോ. ടോബിൻ ആണെങ്കിൽ വന്നപ്പോൾ തൊട്ട് വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നാലും അവർ ഡേവിഡിനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടോബിൻ അവിടേക്ക് വന്നിട്ട് എന്താടാ, ഞാൻ വീഡിയോ ഗെയിം കളിക്കല്ലേ, ഫൈനൽ എത്തി, എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ കളിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി. എന്നാൽ നമ്മുടെ ചിക്മൻസുകൾ പാട്ടൊക്കെ പാടി വളരെ എൻജോയ് ചെയ്ത് കളിക്കുകയാണ്. പെട്ടെന്നായിരുന്നു ഒരു കോള്. ചിക്മൻസുകൾ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ അത് നമ്മുടെ ഡേവിഡ് ആയിരുന്നു. ചിക്മൻസുകളാണെന്ന് അറിഞ്ഞ ഡേവിഡ് നിങ്ങൾ ഫോൺ എടുത്തു, അപ്പം നിങ്ങൾ ഇതുവരെയായിട്ട് ഫോൺ പൊട്ടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ചിക്മൻസ് എന്താ ഡേവിഡ്, ഞങ്ങളെ ഇത്ര പോലും വിശ്വാസമില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ആന്റി എവിടെയാണെന്ന് ഡേവിഡിന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഡേവിഡ് ആന്റിയെ പറ്റി ചോദിക്കുമ്പോൾ ആൽവിൻ ആന്റി ഡാൻസ് കളിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഡേവിഡ് ആന്റി ഡാൻസ് കളിക്കേ എന്നൊക്കെ ചോദിക്കുന്നത് കൊണ്ട് തന്നെ ആൽവിൻ നേഴ്സായി റേഞ്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. രാത്രിയാണെങ്കിൽ ടിയാട്ടോഡ് ഒരു ചീത്ത സ്വപ്നം കണ്ടു. അതുകൊണ്ട് തന്നെ പേടിച്ച് ടിയാട്ടോഡ് ടോബിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ടോബി എഴുന്നേൽക്ക്, ഞാനൊരു ചീത്ത സ്വപ്നം കണ്ടു, എനിക്ക് പേടിയാകുന്നു, നമ്മുടെ ഫാമിലിയിൽ നിന്ന് എന്നെ പിരിക്കുന്നതായിരുന്നു സ്വപ്നം എന്നൊക്കെ പറയുമ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ടോബിൻ അങ്ങനെയൊന്നും സംഭവിക്കില്ല, അഥവാ സംഭവിച്ചാൽ തന്നെ നിങ്ങളെ വല്ല പരുന്തു റാഞ്ചി കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നു. എന്നാൽ അത് നമ്മുടെ കുഞ്ഞു ടിയാട്ടോഡിന് കൂടുതൽ പേടിയാകുന്നു. ടിയാട്ടോഡ് പേടിച്ച് അവിടെ നിന്ന് പോകുന്നു. ടിയാട്ടോഡിന് വല്ല ആവശ്യമുണ്ടായിരുന്നോ? കണ്ട സ്വപ്നം കണ്ടിട്ട് അവിടെ തന്നെ കിടന്നാൽ മതിയായിരുന്നില്ലേ? വെറുതെ ടോബിന്റെ അടുത്തേക്ക് പോയിട്ട് കൂടുതൽ പേടി വാങ്ങിച്ചു വെച്ചു. പിറ്റേ ദിവസം കൃത്യം 7 മണിക്ക് തന്നെ അലാറം ക്ലോക്ക് അടിക്കുകയാണ്. അതിന്റെ ശബ്ദത്തിൽ ഉറക്കം നഷ്ടമായ ആൽവിൻ ടോബിൻ ഇതെന്താണ് ഇത്രയും രാവിലെ അലാറം വെച്ചിരിക്കുന്നത് എന്നൊക്കെ ടോബിനോട് പറയുമ്പോൾ ടോബിൻ 8 മണിക്ക് സ്കൂളിൽ എത്തണം, അതുകൊണ്ടാണ് രാവിലെ തന്നെ അലാറം വെച്ചിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവർ നേരെ സ്കൂളിലേക്ക് പുറപ്പെടാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് പുറത്ത് ടോബിൻ വളർത്തിയ ആ പൂച്ചയില്ലേ അതവിടെ നിൽക്കുന്നത് കണ്ടത്.
അതിനെ കണ്ട ടോബിൻ ഡാ നോക്കടാ, ഇതാണ് ഞാൻ വളർത്തിയ പൂച്ച, പൂച്ച നിനക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ പൂച്ച ഹേ നിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു എന്നതിൽ വളരെയധികം ദേഷ്യത്തിൽ മുരളുന്നു. ടോബിനും ചമ്മിയത് അറിയിക്കാതെ കാറിൽ കയറി സ്കൂളിലേക്ക് പോയി. സ്കൂളിൽ അവർ 3 പേരെയും ഇറക്കിയിട്ട് സ്കൂൾ വിട്ടയുടനെ പിക്കപ്പ് ചെയ്യാൻ വരാം എന്ന് പറഞ്ഞ ടോബിൻ വീട്ടിലേക്കു തന്നെ തിരിച്ചുപോയി. വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യാന്, ഉറങ്ങാനും വീഡിയോ ഗെയിമും കളിക്കാനും അത്ര തന്നെ. സ്കൂളിലെത്തിയ നമ്മുടെ ചിക്മൻസുകളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. എന്നാൽ അതിനിടെ പരുന്തിന്റെ ചിത്രം കണ്ട് നമ്മുടെ കുഞ്ഞു ടിയാഗോ വളരെയധികം പേടിക്കുന്നുണ്ട്. അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് ആ സ്കൂളിലെ പ്രിൻസിപ്പൽ വന്നത്. അതായിരുന്നു റൂബിൻ. അവിടെ സീൻ കട്ട് ചെയ്താൽ ഒരു ക്ലാസ് റൂം കാണിക്കുകയാണ്. അവിടെ ഒരു പയ്യൻ തന്റെ ക്ലാസ്സിലെ ഗേൾസിനോട് താൻ അതാണ് ഇതാണ് എന്നെല്ലാം പറഞ്ഞ് തള്ളിക്കൊണ്ടേ ഇരിക്കുകയാണ്. അവന്റെ പേരാണ് റിയാൻ. അപ്പോൾ പ്രിൻസിപ്പളും അതേ റൂമിലേക്ക് തന്നെ ചിക്മൻസുകളെ കൊണ്ടുവരികയാണ്. ഇവളുടെ പേരാണ് ഒറ്റേഗ. ഇവൾ ടീച്ചറാണ്. എന്നാൽ ഇതിനു മുമ്പ് ഇതേ സ്കൂളിൽ തന്നെ പഠിച്ചതാണ്. ചിക്മൻസ് വന്നതും ഗേൾസ് എല്ലാം വളരെ അത്ഭുതത്തോടു കൂടി ചിക്മൻസിന്റെ അടുത്തേക്ക് പോയി പരിചയപ്പെടുകയാണ്. ഇത് കണ്ട റിയാൻ ഇത്രയും തള്ളി ഒപ്പിച്ചു വന്നതായിരുന്നു. അപ്പോഴാണ് ഇവരുടെ ഒരു എൻട്രി. ഇവരെ വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്ത ജെറ്റ് റെക്കോർഡിംഗ് കമ്പനി കാണിക്കുകയാണ്. അവിടുത്തെ ബേസ്മെന്റിൽ വേസ്റ്റ് ഇടുന്ന സ്ഥലത്താണ് നമ്മുടെ എൻഡി ഇപ്പോൾ ഉള്ളത്. ചിക്മൻസ് കാരണം എൻഡി വളരെ അധികം തളർന്ന് ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരോട് എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യണം എന്നതാണ് എൻഡിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. ചിക്മൻസിനെ പോലെ കഴിവുള്ള മറ്റൊരു ചിക്മൻസിനെ കണ്ടെത്തുമെന്നും എൻഡി പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ആ ഓഫീസിലേക്ക് ഒരു കൊറിയർ വരുന്നു. അതിലാണ് ആ ചിക്മൻസുകൾ ഉള്ളത്. കൊറിയർ പാക്കിൽ നിന്ന് ഇറങ്ങിയ ചിക്മൻസുകൾ നേരെ കാണുന്നത് എൻഡിയാണ്. എൻഡിയെ കണ്ടയുടനെ തന്നെ ആ ഫീമെയിൽ ചിക്മൻസ് അവരെ പരിചയപ്പെടുത്താൻ തുടങ്ങി. എൻ്റെ പേര് ബ്രിട്ടനി, ഇത് എൻ്റെ അനിയത്തി എലിനോർ, ഇതാണ് ജാനറ്റ്. ഞങ്ങളെ കൊണ്ട് പാടാൻ കഴിയും. ആൽവിൻ ആൻഡ് ചിക്മൻസുകളെ നിങ്ങളല്ലേ ഫേമസ് ആക്കിയത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് എന്നൊക്കെ പറയുമ്പോൾ എൻഡിയും അവരെ ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് എൻഡി തന്നെ ഇംപ്രസ് ചെയ്യാൻ ഒരു പാട്ട് പാടാൻ പറയുകയാണ്. അവരും ഒരു അടിപൊളി പാട്ടുപാടി എൻഡിയെ ഇംപ്രസ് ആക്കുകയാണ്. ഗേൾസ് അടിപൊളിയായിട്ടുണ്ട്, നിങ്ങളാണ് ഇനി നമ്പർ 1 എന്നൊക്കെ പറയുന്നു. അപ്പോൾ ബ്രിട്ടനി, അപ്പോൾ ഞങ്ങൾക്ക് ആൽവിൻ ആൻഡ് ചിക്മൻസിന്റെ കൂടെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും അല്ലേ? ഇല്ല, അവരെന്റെ കൂടെ ഇല്ല. അവരെനിക്ക് കിട്ടുമ്പോൾ പാവങ്ങളായിരുന്നു. എന്നാൽ ഞാൻ കാരണം സൂപ്പർ സ്റ്റാർ ആയപ്പോൾ എന്നെ വേണ്ടാണ്ടായി. ഞാൻ അവരെ എൻ്റെ മക്കളെ പോലെയാണ് നോക്കിയത്. എന്നാൽ അവരെന്നോട് ഇങ്ങനെ തിരിച്ചു ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ എൻഡി പറഞ്ഞുകൊണ്ട് ആൽവിനെയും ചിക്മൻസിനെയും വളരെ മോശമായി പറയുകയാണ്. ആ സീൻ കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്നത് ആൽവിനെയും ചിക്മൻസുകളെയുമാണ്. കിട്ടിയ അവസരത്തിൽ ചിക്മൻസുകൾ അവരെ പറ്റി പറഞ്ഞ് ആളാകാൻ നോക്കുന്നുണ്ട്. എന്നാൽ അവിടേക്ക് റിയാൻ വന്നിട്ട് ആ പെണ്ണുകളെയെല്ലാം മാറ്റിയിട്ട് ചിക്മൻസുകളോട് ഇപ്പൊ കഴിഞ്ഞത് പോട്ടെ, ഇനി ഇത് ആവർത്തിച്ചാൽ ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. എന്നിട്ട് അവരെ റിയാനും ടീമും അവിടെ നിന്നും ഓടിക്കുന്നു. അവരവിടെ നിന്നും ഓടിയെങ്കിൽ കൂടി സൈമനെ അവർ പിടികൂടി ടോയ്ലറ്റ് ഫ്ലഷിലിട്ട് കഷ്ടപ്പെടുത്തുന്നു. സൈമനും ആൽവിനോട് അത് സാരമില്ല എന്നൊക്കെ പറയുമെങ്കിലും റിയാട്ടോഡിനെയും പിടിച്ച് ഉപദ്രവിക്കുന്നത് കണ്ട് സൈമണും ദേഷ്യപ്പെട്ട് അവരെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. അവിടെ സീൻ കട്ട് ചെയ്താൽ അവർ 3 പേരും പ്രിൻസിപ്പൽ റൂമിന്റെ പുറത്ത് നിൽക്കുകയായിരിക്കും. പ്രിൻസിപ്പളും അവരെ അകത്തേക്ക് വിളിക്കുന്നു. എന്നിട്ട് പ്രിൻസിപ്പൽ അവരോട് നിങ്ങൾ ചെയ്തതിന് നിങ്ങളെ ഞാൻ സസ്പെൻഡ് ചെയ്യേണ്ടതാണ്, എന്നാൽ ഞാൻ അത് ചെയ്യുന്നില്ല. എൻ്റെ അടുത്ത് വേറൊരു പ്ലാൻ ഉണ്ട്. നമ്മുടെ സ്കൂൾ ബഡ്ജറ്റിൽ പ്രോബ്ലം ഉള്ളത് കാരണം മ്യൂസിക് കോമ്പറ്റീഷൻ ഒന്നും നടത്താൻ കഴിയുന്നില്ല. എന്നാൽ ഓരോ വർഷവും സ്പോൺസർ വന്ന് മ്യൂസിക് കോമ്പറ്റീഷൻ നടത്താറുണ്ട്. അതിൽ വിൻ ചെയ്താൽ $25,000 ലഭിക്കും. നിങ്ങൾ അതിൽ പങ്കെടുത്താൽ നമുക്ക് തീർച്ചയായും വിൻ ചെയ്യാൻ സാധിക്കും. നോക്കുമ്പോൾ നമ്മുടെ പ്രിൻസിപ്പളും ചിക്മൻസിന്റെ ബിഗ് ഫാൻ ആയിരിക്കും. അവർ 3 പേരുടെ ഫോട്ടോ അടക്കം ടാറ്റു ആയി കയ്യിൽ വെച്ചിട്ടുണ്ട്. അവരും അതിന് സമ്മതിക്കുന്നു. പിന്നീട് നമ്മുടെ എൻഡിയെ കാണിക്കുകയാണ്. എൻഡി വലിയൊരു ഹോട്ടലിലേക്ക് ചിക്മൻസുകളുമായി വന്നിരിക്കുകയാണ്. എന്നിട്ട് അവിടെയുള്ള റൂമിന്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്നിട്ട് അയ്യോ ഞാൻ ഈ റൂമിന്റെ ചാവി എടുക്കാൻ മറന്നുപോയി, നിങ്ങൾ ഇതിലൂടെ അകത്ത് ചെന്നിട്ട് ഡോറൊന്ന് തുറക്കാമോ എന്ന് നുണ പറയുന്നു. ചിക്മൻസും അതിൻ്റെ ഉള്ളിൽ കയറി ഡോറ് തുറക്കുന്നു. അവർക്ക് ആ റൂം വളരെയധികം ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് ഈ റൂം ഇഷ്ടമായോ, ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത് എന്നെല്ലാം എൻഡി കളവ് പറയുന്നുണ്ട്. അവിടെയാണെങ്കിൽ ആ വീട്ടിൽ ടോബിൻ ചിക്മൻസുകളെക്കാളും വീട് വൃത്തിയേടാക്കി വെച്ചിട്ടുണ്ടാകും. ടോബിൻ ചിക്മൻസുകളോട് നിങ്ങൾക്ക് സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ സൈമണും ഉണ്ടായ പ്രശ്നം ഒന്ന് ചുരുക്കി പറയുന്നു. ടിയാട്ടോടൊപ്പം ടോബിയോട് ടോബി നിന്റെ സ്കൂളിലെ ഫസ്റ്റ് ഡേ എങ്ങനെയാണെന്നൊന്ന് പറയാമോ
എന്ന് ചോദിച്ചതും ടോബിൻ തന്റെ സ്കൂളിലെ ഫസ്റ്റ് ഡേ ആലോചിക്കാൻ തുടങ്ങി. ഏകദേശം ഇതൊക്കെ തന്നെയായിരുന്നു ടോബിന്റെ സ്ഥിതിയും. ആ സ്കൂളിൽ ഇപ്പോൾ ടീച്ചറായ ഒട്ടേഗ ടോബിന്റെ കൂടെ ആ സ്കൂളിൽ പഠിച്ചതായിരുന്നു. രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ കൂടി അവരിതുവരെയായിട്ടും പരസ്പരം സംസാരിച്ചിട്ടില്ല. ഇതെല്ലാം ആലോചിച്ച ടോബിയും ചിക്മൺസുകളോട് കുഴപ്പമില്ല, നല്ല ദിവസങ്ങളായിരുന്നു എന്ന് നുണ പറയുന്നു. പിറ്റേ ദിവസവും കൃത്യം 7 മണിക്കു തന്നെ അലാറം ക്ലോക്ക് അടിക്കുന്നുണ്ട്. എന്നാൽ അവിടേക്ക് ആരും വരുന്നതായി കാണുന്നില്ല. ടോബി എഴുന്നേറ്റ് ചിക്മൺസുകളുടെ റൂമിൽ പോയി. അവിടെയും ആരില്ല. എന്നാൽ ചിക്മൺസുകൾ സ്കൂളിൽ പോകുന്നത് പേടിച്ച് ഒളിച്ചിരിക്കുകയായിരുന്നു. ടോബിൻ അത് കണ്ടുപിടിച്ച് കൃത്യമായി അവർ സ്കൂളിൽ തന്നെ കൊണ്ടുവിടുന്നു. എന്നാൽ ആ ദിവസവും ഫുട്ബോൾ പ്രാക്ടീസ് എന്ന് പറഞ്ഞ് റയ്യാനും ടീമും അവർക്ക് നേരെ ഫുട്ബോൾ എറിഞ്ഞ് ഉപദ്രവിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ആൽവിൻ അത് കൃത്യമായി പിടിക്കുന്നു. അപ്പോൾ റയ്യാന്റെ ഫ്രണ്ട് ഇവനെ നമുക്ക് നമ്മുടെ ടീമിൽ ചേർക്കാം എന്ന് പറയുന്നു. റയ്യാനും അത് ആൽവിനോട് പറഞ്ഞപ്പോൾ ആദ്യം ആൽവിൻ അത് നിരസിച്ചെങ്കിൽ കൂടി പിന്നീട് ആൽവിൻ റയ്യാനുമായി സുഹൃത്തായി. പിന്നീട് എൻഡിയെ കാണിക്കുന്നു. ഗേൾസിനെ വെച്ചുള്ള മ്യൂസിക് ഷോയ്ക്ക് വേണ്ടി ഒരുപാട് പേരോട് സ്പോൺസർ ചെയ്യാൻ പറയുന്നുണ്ട്. എന്നാൽ അതിൽ ആരും തയ്യാറാകുന്നില്ല. അപ്പോഴാണ് പത്രത്തിൽ സ്കൂളിൽ ആൽവിനും ചിക്മൺസും മ്യൂസിക് ഷോയിൽ പങ്കെടുക്കുന്ന കാര്യം എൻഡിക്ക് മനസ്സിലാകുന്നത്. അവിടെയാണെങ്കിൽ ആൽവിൻ ഇപ്പോൾ ഏതു സമയത്തും റയ്യാന്റെ ടീമിന്റെയും കൂടെയാണ്. സൈമൺ വന്നപ്പോൾ അവരുടെ സ്റ്റൈലിലാണ് ആൽവിൻ സംസാരിച്ചത് പോലും. അവൻ വീട്ടിലേക്ക് വരാൻ തയ്യാറാകുന്നുണ്ടായിരുന്നില്ല. ഇന്ന് എനിക്ക് ഇവരുമായി പ്രാക്ടീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ നോക്കുമെങ്കിലും സൈമൺ ആൽവിനുമായി അവിടെ നിന്നും പോയി. അങ്ങനെ അവർ 3 പേരും സംസാരിച്ചിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഗേൾസ് ചിക്മൺസിനെ കണ്ടുമുട്ടുന്നത്. കണ്ടപ്പോൾ തന്നെ ഉടനെ 6 പേർക്കും പരസ്പരം ഇഷ്ടമായി. എന്നാൽ ഗേൾസ് ചിക്മൺസ് നമ്മളോട് എൻഡി അവരെ കുറിച്ച് പറഞ്ഞതല്ലേ, അവർ മോശക്കാരാണ്, അവരോട് കൂടുതൽ അടുക്കേണ്ട എന്ന് അവരെ തെറ്റിദ്ധരിച്ചിട്ട് അവിടെ നിന്നും പോയി. അടുത്ത സീനിൽ കാണിക്കുന്നത് സോങ് പ്രാക്ടീസിനിടെ നല്ല റൊമാൻറ്റിക് പാട്ടുപാടി ആ ഗേൾസ് ചിക്മൺസിനെ ആലോചിച്ച് അവരെ കുറിച്ച് പറയുന്ന നമ്മുടെ ചിക്മൺസിനെയാണ്. അപ്പോൾ അവിടേക്ക് അവരെ പിക്കപ്പ് ചെയ്യാൻ ടോബി വരുന്നു. ടോബിയെ കണ്ട് ഒറ്റേക ഹേയ് നീ എങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ടോബി ആകെ നെർവസ് ആയി. അവിടെ ആകെ കുളമാക്കിയിട്ട് ഇനിയും ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ചിക്മൺസിനോട് ചിക്മൺസ് നിങ്ങൾ പ്രാക്ടീസ് കഴിഞ്ഞാൽ നേരെ താഴത്തേക്ക് പോരെ, ഞാൻ കാറി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും നൈസായി മുങ്ങി. അപ്പോൾ അവിടേക്ക് എൻഡി വരുന്നു. എൻഡിയെ കണ്ട ചിക്മൺസുകൾ ആകെ ദേഷ്യപ്പെട്ട് നോക്കുന്നുണ്ട്. എൻഡി അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പലിനോട് ഞാൻ ഇവിടുത്തെ മ്യൂസിക് കോമ്പറ്റീഷനെ കുറിച്ച് കേട്ടു, അതിൽ പങ്കെടുപ്പിക്കാൻ എൻ്റെ ചിക്മൺസുമായി വന്നതാണ് എന്ന് പറഞ്ഞ് ആ ഗേൾസ് ചിക്മൺസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അത് കണ്ട് ചിക്മൺസ് എൻഡിയുടെ കൂടെയാണോ ഇവർ വന്നത് എന്നറിഞ്ഞ് ആകെ ഷോക്കാകുകയാണ്. പിന്നീട് അവർ അവരുടെ ഡാൻസ് കാണിച്ചു കൊടുക്കുകയാണ്. ഗേൾസ് ചിക്മൺസിന്റെ ഡാൻസും പാട്ടും അടിപൊളിയായിരുന്നു. എന്നാലും പ്രിൻസിപ്പൽ ആൽവിനും ചിക്മൺസും മാത്രമാണ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ എൻഡി ഇവിടെയുള്ള എല്ലാവർക്കും ഇവരുടെ ഡാൻസാണ് ഇഷ്ടമായത്, വേണമെങ്കിൽ നമുക്ക് 2 പേരെയും വെച്ചിട്ട് ഒരു വോട്ട് നടത്തി നോക്കാം എന്നെല്ലാം പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ പ്രിൻസിപ്പൽ എന്നാൽ ശരി 2 ടീമിനെയും വെച്ച് ഒരു ഡാൻസ് കോമ്പറ്റീഷൻ നടത്താം, അതിൽ ആരാണോ വിൻ ചെയ്യുന്നത് അവര് ഫൈനൽ കോമ്പറ്റീഷനിൽ പങ്കെടുക്കട്ടെ എന്ന് പറയുന്നു. എല്ലാവരും അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. വീട്ടിൽ തിരിച്ചെത്തിയ ചിക്മൺസിനോട് സൈമൺ നാളെ മുതൽ നമുക്ക് മ്യൂസിക് കോമ്പറ്റീഷനുള്ള പ്രാക്ടീസ് നടത്തണം എന്ന് പറയുമ്പോൾ ആൽവിൻ അതൊന്നും പറ്റില്ല, എനിക്ക് ഫുട്ബോളിന്റെ പ്രാക്ടീസ് ഉള്ളതാണ്, നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലും നമ്മൾ തന്നെ വിൻ ചെയ്യും എന്നും പറയുന്നു. എന്നാൽ സൈമൺ അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വായ്ക്കിടുകയാണ്. ഞാൻ ഇനി നിന്റെ കൂടെ കിടക്കില്ല എന്ന് പറഞ്ഞ് ആൽവിനും നിന്നോട് ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞ് സൈമനും അവിടെ നിന്നും പോയി. എന്നാൽ ഇതിനിടെ നമ്മുടെ കുഞ്ഞു ടിയാഗോക്ക് ആകെ വിഷമമായി. അവൻ ടോബിയുമായി കിടക്കാൻ പോകുന്നു. ടോബിയുടെ അടുത്ത് ചെന്നിട്ട് ടോബി ഇന്ന് ഞാൻ നിന്റെ കൂടെ കിടന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ടോബിയും അതിന് സമ്മതിച്ചു. എന്നാൽ ടോബിയുടെ കൂടെ കിടന്ന നമ്മുടെ ടിയാട്ടോഡിന് സംഭവിച്ചത് വളരെ കാഠിന്യമേറിയത് തന്നെയായിരുന്നു. അയ്യോ പോകാനുള്ള വഴി എവിടെ? എനിക്ക് പുറത്ത് കടക്കണം, ഇവിടെ വഴിയൊന്നും കാണുന്നില്ലല്ലോ, എന്നെ ആരെങ്കിലും രക്ഷിക്ക്. അയ്യോ. പിറ്റേ ദിവസം സ്കൂളിലേക്ക് വന്ന ബ്രിട്ടനിയോട് ആൽവിൻ നീ ആ എൻഡിയെ വിശ്വസിക്കാൻ പാടില്ല,
അവൻ ദുഷ്ടനാണ് എന്നൊക്കെ പറഞ്ഞ് അവളെ വിശ്വസിപ്പിക്കാൻ നോക്കുമ്പോൾ ബ്രിട്ടനി അതൊന്നും വിശ്വസിക്കാൻ നിൽക്കാതെ അവൻ കാരണമാണ് നിങ്ങൾ ഇത്രയും സ്റ്റാറായി മാറിയത്, എന്നിട്ട് അവനെ തന്നെ ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് പറയുമ്പോൾ അറിയാതെ അവർ നിൽക്കുന്ന പ്ലേറ്റ് വീണ് ബ്രിട്ടനി താഴെ വീഴുകയാണ്. അവിടെ സീൻ കട്ട് ചെയ്ത പിന്നെ കാണിക്കുന്നത് ഹോട്ടലിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഗേൾസ് ചിക്മൺസിനെയാണ്. അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അവിടേക്ക് വന്നിട്ട് നിങ്ങളെ രണ്ടുപേരെയും കാണാനൊരു ഭംഗിയുമില്ല, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും പുറകോട്ട് നിന്നാൽ മതി എന്ന് പറഞ്ഞ് അവരെ ബാക്കിലേക്ക് നിർത്തിയിട്ട് ബ്രിട്ടനിയെ മുന്നിലേക്ക് മാറ്റിയിട്ട് അവരെ പിരിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഡേവിഡ് കോൾ ചെയ്തതും ടോബി എടുക്കുന്നതാണ്. ഡേവിഡ് എപ്പോൾ ആൻറ്റി എവിടെയെന്ന് ചോദിച്ചപ്പോൾ ടോബി ആൻറ്റി ഹോസ്പിറ്റലിലാണെന്നും ചിക്മൺസിനെ നോക്കുന്നത് ഞാനാണെന്നും പറയുന്നു. അത് കേട്ട് ഡേവിഡ് ദൈവമേ അവിടെ നടക്കുന്നതൊന്നും ശരിയാവില്ല, സിസ്റ്റർ എന്നെ വേഗം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നീടുള്ള സീനിൽ കാണിക്കുന്നത് സൈമന്റെ അടുത്തേക്ക് ഒരു ബോയ് വന്നിട്ട് തന്നെ പരിചയപ്പെടുത്തിയിട്ട് ഞാൻ ക്ലീനിങ് ടീമിലുള്ളതാണ്, എന്നാൽ എൻ്റെ കൂടെ ആരുമില്ല, നീ എന്നെ സഹായിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ സൈമണും അത് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞ് അവിടെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അവിടുത്തെ ക്യാൻറ്റീനിൽ റയ്യാനും ടീമിൻ്റെയും കൂടെ നമ്മുടെ ആൽവിനുണ്ട്. റയ്യാൻ അവിടെയുള്ളവരോട് ഇതാണ് നമ്മുടെ ടീമിലെ പുതിയ മെമ്പർ എന്ന് പറഞ്ഞ് ആൽവിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി. അപ്പോൾ അവിടെ ക്ലീൻ ചെയ്യാൻ വന്ന സൈമനെ റയ്യാനും ടീമും കളിയാക്കിയിട്ട് നിന്നെ ഞങ്ങൾ പറ്റിച്ചതാണ്, ഇവിടെ അങ്ങനെ ഒരു ടീം തന്നെ ഇല്ല എന്ന് പറഞ്ഞ് അവർ സൈമനെ എടുത്ത് വെസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് എറിഞ്ഞു. ആൽവിനും സൈമന്റെ അടുത്തേക്ക് ചെന്നിട്ട് എന്നോട് ക്ഷമിക്കണം, ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ സൈമൺ ഇതെല്ലാം നീ അറിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പരസ്പരം വായിക്കിടാൻ തുടങ്ങി. എന്നാൽ ഇതൊന്നും ടിയാട്ടോട് അറിയരുത്, അവൻ ഇതെല്ലാം അറിഞ്ഞാൽ അവനക്ക് വിഷമമാകുമെന്ന് സൈമൺ പറയുമ്പോൾ ആൽവിൻ എന്നാൽ ഡാൻസ് കോമ്പറ്റീഷൻ്റെ അന്ന് എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് മറ്റൊരു സ്കൂളിൽ ഫുട്ബോൾ മാച്ച് ഉണ്ട്, എന്നാലും ഞാൻ തീർച്ചയായും കോമ്പറ്റീഷൻ വരും എന്ന് പറയുന്നു. പിന്നീട് നമ്മുടെ ടോബിയെ ഒറ്റേക വിളിക്കുകയാണ്. ഹായ് ടോബി, ഞാൻ വിളിച്ചത് ടിയാട്ടോഡിന് വേണ്ടിയാണ്, അവനക്കിന്ന് മ്യൂസിക് കോമ്പറ്റീഷൻ ഉണ്ട്, എന്നാൽ അവൻ്റെ മൂഡ് ശരിയല്ല, അതുകൊണ്ട് നീ ഇവിടെയും വരെ ഒന്ന് വരാൻ പറ്റുമോ, മാത്രവുമല്ല നമുക്കൊന്ന് മീറ്റ് ചെയ്യുകയും ചെയ്യാമെന്ന് പറയുമ്പോൾ ടോബിയും വളരെ സന്തോഷിച്ച് സ്കൂളിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് മറ്റൊരു സ്കൂളിലെ ഫുട്ബോൾ മാച്ചാണ്. ആ സ്കൂളും ആൽവിന്റെ ടീമും തമ്മിൽ മത്സരിക്കുമ്പോൾ ആൽവിന്റെ ടീം ജയിക്കുന്നു. അങ്ങനെ എല്ലാവരും ആൽവിനെ പുകഴ്ത്തുകയും ആൽവിൻ ആൽവിൻ എന്ന് ഉറക്കെ വിളിക്കുകയും ചെയ്യുന്നു. അതിലെല്ലാം നമ്മുടെ ആൽവിൻ വളരെയധികം സന്തോഷിക്കുന്നു. അവിടെ മ്യൂസിക് കോമ്പറ്റീഷനിൽ പ്രിൻസിപ്പൽ എല്ലാവരെയും വെൽക്കം ചെയ്തിട്ട് ഗേൾസ് ചിക്മൺസിനെ ഫസ്റ്റ് കോമ്പറ്റീഷന് വിളിക്കുന്നു. എൻഡിയും ബ്രിട്ടനിയെ മാത്രം അഭിനന്ദിച്ചിട്ട് മറ്റു രണ്ടുപേരോട് ബ്രിട്ടനിയെ ശല്യം ചെയ്യരുത് എന്നും പറയുന്നു. 3 പേരും അടിപൊളിയായി ഡാൻസും പാട്ടും കളിക്കുന്നു. അത് അവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യുന്നു. ഇവരുടെ ഡാൻസ് എൻഡി ഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് തന്റെ നമ്പറും കൊടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണ്. പ്രിൻസിപ്പളും ഇനി അടുത്തതായി നമ്മുടെ ചിക്മൺസിനെ വിളിക്കുന്നു. എന്നാൽ ആൽവിൻ വരാത്തത് കാരണം എൻഡി അവരെ കളിയാക്കുന്നു. അവിടേക്ക് ടോബിയും വന്നിട്ട് ഞാൻ ഈ സ്കൂൾ മുഴുവനും അന്വേഷിച്ചു, ആൽവിനെ ഇവിടെയൊന്നും കാണാനില്ല എന്നും പറയുമ്പോൾ രണ്ടുപേരും സങ്കടപ്പെട്ട് സ്റ്റേജിൽ ചെന്നിട്ട് ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളുടെ ബ്രദർ ആൽവിൻ ഇവിടെ വന്നിട്ടില്ല, അവൻ ഉള്ളപ്പോഴാണ് ഞങ്ങൾ ഡാൻസും പാട്ടുമെല്ലാം ചെയ്യാറ്, അവനില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. പ്രിൻസിപ്പളും തന്റെ വിഷമം പുറത്ത് കാണിക്കാതെ ഈ കോമ്പറ്റീഷനിൽ ഗേൾസ് ചിക്മൺസ് ജയിച്ചു, അവരാണ് ഫൈനലിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നും പറയുന്നു. എല്ലാവരും പോയി ഓഡിറ്റോറിയം കാലിയായതിനു ശേഷമാണ് ആൽവിൻ അവിടേക്ക് എത്തുന്നത്. ആൽവിയെ കണ്ട ബ്രിട്ടനി എൻഡി പറഞ്ഞത് സത്യമാണ്, നീ നിന്റെ കാര്യം മാത്രമാണ് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി. ആൽവിൻ വീട്ടിലേക്ക് തിരിച്ചെത്തി സൈമണെയും ടിയാട്ടോഡിനെയും വിളിക്കുന്നു. എന്നാൽ അവർ അവരുടെ വിഷമം പുറത്ത് കാണിക്കാതെ ഉറങ്ങുന്നത് പോലെ അഭിനയിച്ച് കിടക്കുന്നു. പിറ്റേ ദിവസം ആൽവിൻ ടിയാട്ടോഡിനെ നോക്കുമ്പോൾ ടിയാട്ടോഡിനെ അവിടെ കാണാനില്ല. അവിടെ ഒരു പേപ്പറിൽ ഞാൻ ഈ വീട് വിട്ടു പോവുകയാണ്, എന്നാൽ എന്നെ സൂല് മാത്രം തിരയരുത് എന്ന് ഒരു കത്തെഴുതിയിരിക്കുകയാണ്. പിന്നീട് ആ നാട്ടിലെ സൂ കാണിക്കുകയാണ്. ടിയാട്ടോടുള്ളിൽ വന്നിട്ട് മീറ്റ് കാറ്റ്സ് ഉള്ള ക്യാബിനുള്ളിൽ കയറുന്നു. എന്നാൽ ക്യാമറ മുകളിലേക്ക് മാറ്റുമ്പോഴാണ് മീറ്റ് കാറ്റ്സിനെ അവിടെ നിന്നും മാറ്റി ഇവിടെ ഇപ്പോൾ കൈഗനെയാണ് വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. ആൽവിനും സൈമണും ടോബിയും ഇതേ സൂയിൽ വന്ന് ടിയാട്ടോടുള്ള ക്യാബിന്റെ അടുത്തുവരെ എത്തുന്നു. എന്നാൽ അപ്പോഴേക്കും കൈഗൻ പുറത്തേക്ക് വന്ന് ടിയാട്ടോഡിന്റെ അടുത്തേക്ക് നിൽക്കുന്നുണ്ട്. അത് കണ്ട ആൽവിനും നീ എൻ്റെ ബ്രദറിനെയാണോ തിന്നാൻ നോക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് ക്യാബിനുള്ളിലേക്ക് കയറി ടിയാട്ടോഡിനെയും രക്ഷപ്പെടുത്തി പുറത്തേക്ക് വരുന്നു. അവിടെ വെച്ച് 3 പേരും തന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഒന്നിക്കുന്നു. അവിടെയാണെങ്കിൽ എൻഡിയുടെ വീഡിയോ യൂട്യൂബിൽ കണ്ട് ചിക്മൺസിനായി വലിയൊരു മ്യൂസിക് ഷോക്ക് ഓർഡർ കിട്ടുന്നു. ഈ ന്യൂസ് അറിഞ്ഞപ്പോൾ തന്നെ എൻഡി ചിക്മൺസുകളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളെ ഞാനൊരു വലിയ സ്റ്റാർ ആക്കുമെന്ന്, ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് വലിയൊരു മ്യൂസിക് ഷോക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നു. ഇതറിഞ്ഞതും ചിക്മൺസുകൾ വളരെയധികം സന്തോഷിക്കുന്നു. എന്നാൽ എൻഡി ഇനി നമുക്ക് ആ സ്കൂളിലെ മ്യൂസിക് ഷോയിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല,
അതിനേക്കാളും വലിയ ഓഫറാണ് ഈ വന്നിട്ടുള്ളത്. നമുക്ക് ബ്രിട്ടനിയെ വലിയൊരു സ്റ്റാർ ആക്കണമെന്ന് പറഞ്ഞ് ബ്രിട്ടനിക്ക് മാത്രം നല്ല ഡ്രസ്സ് കൊടുത്തിട്ട് മറ്റു 2 പേർക്കും മങ്ങിയ ഡ്രസ്സ് കൊടുത്തിട്ട് അവരെ ബാക്ക് സിംഗർ ആക്കുന്നു. അപ്പോൾ ജാനറ്റും എലിനോറും ഞങ്ങൾ സിസ്റ്റേഴ്സാണ്, ഞങ്ങൾ ഒരുമിച്ചില്ലാതെ ഒന്നിനും പങ്കെടുക്കുകയില്ല എന്ന് പറയുമ്പോൾ ബ്രിട്ടനിയും അത് സമ്മതിക്കുന്നു. അപ്പോൾ അവർ 3 പേരും പിടിച്ചിട്ട് ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. അവിടെ സ്കൂളിൽ മ്യൂസിക് കോൺടെസ്റ്റ് ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ ടോബിയുടെ ഫോണിലേക്ക് എൻഡി വിളിക്കുന്നു. ആൽവിനും എൻഡിയോ എന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ അത് ബ്രിട്ടനിയായിരുന്നു. ഞങ്ങൾക്ക് മ്യൂസിക് കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ കഴിയില്ല, പകരം നിങ്ങൾ പങ്കെടുക്കണം എന്ന് പറയുമ്പോൾ ആൽവിൻ അതെന്താ നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയാത്തേ എന്ന് ചോദിച്ചപ്പോൾ ബ്രിട്ടനി ഞങ്ങളോട് ക്ഷമിക്കണം ആൽവിൻ, നീ പറഞ്ഞത് ഞങ്ങൾ ആദ്യമേ കേൾക്കണമായിരുന്നു. എൻഡി ഞങ്ങളെ ഇവിടെ ഒരു കൂട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്, എന്നിട്ട് വലിയൊരു ഷോക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. ഇതൊക്കെ കേട്ട ആൽവിനും അവരെ രക്ഷിക്കാനായി പുറപ്പെടുന്നു. സൈമന്റെ നിർദ്ദേശപ്രകാരം ജാനറ്റ് ആ കൂട്ടിന്റെ പൂട്ട് തുറക്കുന്നു. എൻഡി വന്ന് ആ കൂടെടുത്ത് കാറിൽ കയറി പോവുകയാണ്. നമ്മൾ പോകുന്ന സ്ഥലം അങ്ങനെയുണ്ടാകും ഇങ്ങനെയുണ്ടാകും എന്നെല്ലാം പറഞ്ഞ് എൻഡി കാറിന്റെ വിൻഡോ തുറക്കുന്നു. ചിക്മൺസും ആ തക്കത്തിൽ കൂട്ടിൽ നിന്ന് ഇറങ്ങി വിൻഡോയിലൂടെ പുറത്ത് കടന്ന് ആൽവിന്റെ ബൈക്കിൽ കയറി അവിടെ നിന്നും രക്ഷപ്പെടുന്നു. എന്നാൽ എൻഡി പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. എൻഡി ഒരു റിമോട്ട് പ്ലെയിനിൽ അവരെ പിന്തുടർന്നു. എന്നാൽ നമ്മുടെ ചിക്മൺസുകൾ പ്ലെയിനിലേക്ക് എടുത്തു ചാടി അവരുടെ ഹെൽമറ്റുകൾ എൻഡിക്കു നേരെ എറിഞ്ഞ് റിമോട്ടും കൈയടക്കി അവിടെ നിന്നും രക്ഷപ്പെട്ടു. എന്നാൽ അതിനിടെ നമ്മുടെ എലിനോർ എൻഡിക്ക് ഒരു അടിപൊളി പണി തന്നെ കൊടുക്കുന്നുണ്ട്. മ്യൂസിക് കോൺടെസ്റ്റിൽ എല്ലാവരുടേതും അവസാനിച്ചു, ഇനിയുള്ളത് ചിക്മൺസ് ആണ് എന്ന് പറഞ്ഞ് അവിടെയുള്ള ആളും ചിക്മൺസിനെ വെൽക്കം ചെയ്യുമ്പോൾ ചിക്മൺസ് വരാത്തത് കാരണം ഷോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ടോബിൻ പെട്ടെന്ന് തന്നെ സ്റ്റേജിലേക്ക് കയറി ചിക്മൺസ് വരുന്നതിന് മുമ്പ് ഞാനൊരു സോങ് പാടാം എന്ന് പറഞ്ഞ് ഒറ്റയ്ക്കയോട് പറയുന്നത് പോലെ ഒരു സിമ്പിൾ സോങ് പാടുകയാണ്. അത് അവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. അപ്പോൾ തന്നെ അവിടേക്ക് ചിക്മൺസ് വന്നതും 6 പേരും ഒരു അടിപൊളി സോങ് പാടി ഡാൻസ് കളിക്കുകയാണ്. അവിടേക്ക് നമ്മുടെ ഡേവിഡ് വരുന്നു. അവിടെ വെച്ച് ടോബിൻ അവന്റെ സ്നേഹം ഒറ്റയ്ക്കയോട് തുറന്നു പറയുന്നു. മ്യൂസിക് കോൺടെസ്റ്റിൽ നമ്മൾ വിചാരിച്ചിരുന്നത് പോലെ തന്നെ ചിക്മൺസിന്റെ സ്കൂളിന് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത കാണിക്കുന്നത് എൻഡി ചിക്മൺസിനെ കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്ത ഷോയിൽ ചിക്മൺസ് ഇല്ലാത്തത് കാരണം എൻഡി കോമാളി വേഷം കെട്ടി വന്നിട്ട് ചിക്മൺസിനെ പോലെ അഭിനയിക്കാൻ നോക്കുന്നു. എന്നാൽ അവിടെയുള്ളവർ എൻഡിയെ അവിടെ നിന്നും ഓടിച്ചു വിടുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഡേവിഡ് തന്റെ വീട്ടിൽ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ 6 പേരെയും ഒരു റൂമിൽ കിടത്തിയിരിക്കുകയാണ്. അവസാന ഭാഗത്ത് ആൽവിന്റെ ഒരു കുസൃതിയിൽ ഡേവിഡ് വീഴുന്നതോടുകൂടി ഈ മൂവി വളരെ ഹാപ്പി എൻഡിംഗ് ആയി അവസാനിക്കുകയാണ്. ഇതിന്റെ 3-ാം ഭാഗവും 4-ാം ഭാഗവും റിലീസ് ആയിട്ടുണ്ട്. അത് വേണമെങ്കിൽ കമന്റിൽ തീർച്ചയായും പറയുക. വീഡിയോ ലേറ്റ് ആകുന്നതിൽ സോറി ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.